വെയിറ്റിംഗ് ആണല്ലേ? അതെ, വെയിറ്റ് ചെയ്തിരിക്കുക. ആരാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗിലാണ്. ആരാ വരുന്നതെന്തെങ്കിലും ഗസ് ഉണ്ടോ? പേജിൽ ഏറ്റവും ആദ്യം കിടക്കുന്നതാണ് സെലിബ്രിറ്റി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ജെയ്സൺ ജാക്ക് ഫോട്ടോഗ്രാഫർ. നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് ആണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ ചേച്ചി ഗൾഫിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മളിപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പം ആൾ വന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് കയറുന്ന അതുപോലത്തെ ഒരു സംഭവമാണല്ലോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ 2 മക്കൾക്കാണ്. 2 കുഞ്ഞാൾക്കാരാണ്. ഒരാൾ ഒരു 8 വയസ്സുള്ള ഒരാളും മറ്റേന്ന് പറഞ്ഞാൽ 9th പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കുമാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പം സാധാരണ നമ്മളിപ്പം വീട്ടിൽ വന്ന് ചെയ്യുന്നത് പോലെ അല്ല. ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇവർ 2 പേരെയും കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് സർപ്രൈസ് കൊടുക്കാനാണ്. അതിപ്പോൾ എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷൂട്ട് എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഞാനൊരു മോഡലിംഗ് ഫോട്ടോഗ്രാഫറാണ്. വെഡിങ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ എൻ്റെ ഒരു മോഡൽ ഷൂട്ട് എന്ന് പറഞ്ഞൊരു രീതിയിലാണ് കൊണ്ടുവന്നത്. സെലിബ്രിറ്റിയാണ് വരുന്നത്, ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. അപ്പം അതുപോലെയാണ് ഞാനിപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നത്. ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് സർപ്രൈസ് കൊടുക്കുന്നതാണ് എൻ്റെ ഇതൊരു പ്ലാൻ. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ കാണാം. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മളിതാ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റിക്ക് വേണ്ടി നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഇപ്പം ടൈം എത്രയുണ്ട്? 7:45 ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അതൊരു 20 മിനിറ്റ് ആവാം, ചിലപ്പോൾ 30 മിനിറ്റ് ആവാം. ഒരു 8:15 എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് നെസ്സ. നെസ്സയ്ക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. വെയിറ്റിംഗ് ആണല്ലേ? അതെ, വെയിറ്റ് ചെയ്തിരിക്കുക. ആരാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗിലാണ് നെസ്സ. പിന്നെ എൻ്റെ കൂടെ ജെയ്മിയുണ്ട്, പിന്നെ ജെൻസി എൻ്റെ കസിനാണ്, അത് അന്നക്കുട്ടി. പിന്നെ ഇതൊന്നും കൂടാതെ നമ്മുടെ ക്യാമറ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടിയാണ്. എൻ്റെ അനിയനാണ് കേട്ടോ. കണ്ടാൽ പറയത്തില്ലെങ്കിൽ എന്നെ കാട്ടിക്കൊണ്ട് ആണ്. എൻ്റെ അനിയനാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തിനി ആരാ വരുന്നതെന്ന് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ്. ആ വെയിറ്റിംഗ് ഇപ്പോൾ ഉടനെ തന്നെ റിവീൽ ചെയ്യും. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് ആരാ വരുന്നതെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടോ? പേജിൽ കണ്ടിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. പേജില് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കുറെ പേരുണ്ടല്ലോ. അതിലാരെങ്കിലും ആയിരിക്കും. ആരെയൊക്കെ അറിയേണ്ടത്? അത് നീതു ചേച്ചീനെ അറിയാം, പിന്നെ ആർദ്ര ചേച്ചീനെ അറിയാം, അങ്ങനത്തെ തോന്നി ചേച്ചിമാരെ അറിയാം. അറിയാൻ ഏതെങ്കിലും ഒരു ചേച്ചി ആയിരിക്കും വരുന്നത്. അറിയാവുന്ന നോക്കാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. നമ്മൾ ബീച്ചിലൊക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പേജിൽ ഏറ്റവും ആദ്യം കിടക്കുന്നതാണ്. ബീച്ചിലിരുന്നിട്ടുള്ള ഒരു ഫോട്ടോ. ആദ്യമേ ഒന്നുമല്ല, ഒരുപാട് താഴെ എടുത്ത് കണ്ട നീഞ്ഞിട്ട് നോക്കാം. ഇതായിരുന്നു നീഞ്ഞിട്ട്. അങ്ങനെ ഗൈസ്, നെസ്സയും ജെയ്മിയും എല്ലാം അവിടെ സെലിബ്രിറ്റിയെ നോക്കി വെയിറ്റ് ചെയ്ത് കാല് കഴിച്ച് അങ്ങോട്ട് പോയി ഇരിപ്പുണ്ട്. സെലിബ്രിറ്റി വരുമ്പോൾ ഇങ്ങോട്ട് വരാമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. ലുക്ക് അറ്റ് സെലിബ്രിറ്റി. ഹാപ്പി ആയില്ലേ? എങ്ങനെയുണ്ട് എന്റെ സെലിബ്രിറ്റി? അപ്പൊ ഗൈസ്, നമ്മുടെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ എത്തിയിട്ടുണ്ട്. നെസ്സ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ അടുത്ത. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ സെലിബ്രിറ്റി? എങ്ങനെയുണ്ട്? ഞെട്ടിയോ? ഞാൻ പറഞ്ഞ നീ സെലിബ്രിറ്റി കാണുമ്പോൾ ഞെട്ടുമെന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെയുണ്ട്? പക്ഷെ നീ പ്രതീക്ഷിച്ചോ ഇതായിരിക്കും? ഞാൻ തോന്നോട്ടം പറഞ്ഞു, പക്ഷെ ആരും അങ്ങോട്ട് ഇതാക്കിയില്ല. ആരും അങ്ങോട്ട് സപ്പോർട്ട് ഇല്ല. പക്ഷെ എന്നോട് നീ പറഞ്ഞില്ലായിരുന്നു. അതെ, ജെൻസി എടുത്ത് പറഞ്ഞു, കുറെ വട്ടം പറഞ്ഞല്ലേ?
ജെൻസി അത് ഇപ്പോഴാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും പ്രതീക്ഷിച്ചില്ലല്ലേ, അവസാന നിമിഷം വരെ നിങ്ങൾ എല്ലാരും അഭിനയിച്ച് പറ്റിച്ചു കളഞ്ഞല്ലേ. നടികള് വരെ തോറ്റു. അഭിനയല്ലേ, അതാണ്. ജെൻസി ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു. ജെയിമി കുട്ടാ, മമ്മയെ കണ്ടപ്പോ മനസ്സിലായില്ലല്ലേ മോന്? മനസ്സിലായില്ലല്ലേ? വണ്ണം വെച്ച് സുന്ദരിയായോടാ? വണ്ണം വെച്ച് സുന്ദരിയായിട്ടോ. സുന്ദരിയായോണ്ട് കൊച്ചിന് മനസ്സിലായില്ല. ഇല്ല, അന്നക്കുട്ടിക്ക് മനസ്സിലായതേ ഇല്ല. അന്നക്കുട്ടി കുഞ്ഞായിരുന്നല്ലോ പോയപ്പം. പിന്നെ ആ കാണുന്ന വീഡിയോ കോളിൽ കാണുമ്പോൾ വേറൊരു ജീവിയെ കണക്കിരിക്കും. അപ്പൊ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് സുന്ദരിയായി. നാൻസി ആയിട്ട് എനിക്ക് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പറഞ്ഞിട്ട് ഫസ്റ്റ് വ്ലോഗ് നാൻസി വെച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നാൻസി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എടാ ആണോടാ, ഉറപ്പാണോടാ, നീ ഇങ്ങനൊരു കാര്യം പറയാം. ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ആള് ഫോണൊന്നും അറ്റൻഡ് ചെയ്തില്ല. തിരിച്ച് വിളിക്കാന്നൊക്കെ പറയും, പക്ഷെ വിളിച്ച് കുറെ വട്ടം വിളിച്ചില്ല. ആള് ഭയങ്കര തിരക്കാണ്. എന്ന് വെച്ചാൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒടുക്കുന്ന തിരക്കാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം തിരിച്ച് വിളിച്ചു. ഞാൻ പിന്നെ ലാസ്റ്റ് മര്യാദയ്ക്ക് വിളിച്ചോണമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു. അത് കലിപ്പിച്ച് പറഞ്ഞിട്ടല്ലേ വിളിച്ച്. അതെ, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് വിളിച്ചോണം കേട്ടോ, കുറെ ദിവസമല്ലേ നീ പറ്റിക്കുന്നു പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോൾ തിരിച്ച് വിളിച്ചിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ കോളാണ്. വീഡിയോ കോൾ വിളിച്ചു നാച്ചുറൽ മുഖത്ത് എക്സ്പ്രഷൻ നിൽക്കുന്നതാണ്. നീ ഈ കാര്യം പറയാനായിരുന്നു എനിക്കാണ് ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ അറിഞ്ഞില്ല കേട്ടോടാ. നമുക്ക് ചെയ്യാം, നമുക്ക് എല്ലാവരെയും പറ്റിക്കണം, ജെസ്സിയെ പറ്റിക്കണം. ഇനി ഒരാളെ കൂടെ ഞങ്ങൾക്ക് പറ്റിക്കാനുണ്ട്. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് എൻ്റെ പെങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഒരു പെങ്ങളുണ്ട്, എൻ്റെ സ്വന്തം പെങ്ങളുണ്ട് ജെയ്സി. അവളുടെ അടുത്തോടെ ഒന്ന് പോകണം. എൻ്റെ ഒരു മണ്ടൻ കസിനാണെങ്കിൽ അടുത്ത് സംഭവം പുറത്ത് വിട്ടിട്ടുണ്ട്, ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട്. അവൻ കാണണം. അവൻ അപ്പുവാണ് കേട്ടോ. അവനാണെങ്കിൽ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ പാളി. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രിൻസി എന്ന് പറഞ്ഞൊരു ചങ്കുണ്ട് ഞങ്ങൾക്ക്. അവളെയും കൂടെ പോയി ഒന്ന് കാണണം. അവളാണ് ചേച്ചിയെ കാണി ഭയങ്കര മിസ്സിങ് അല്ലേ. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് ചേച്ചി മിസ് ചെയ്യുന്നു. ഞങ്ങൾ എവിടെ കണ്ടാലും ഞാൻ ചേച്ചി ഇല്ലാത്തതിന്റെ വിഷമം, ഫുൾ ടൈം വിഷമം പറച്ചിലാണ്. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത ജെയ്സി. അപ്പോൾ ഗൈസ് നമ്മളിതാ ജെയ്സിയുടെ വീട് എത്താറായി. അങ്ങനെ ഇപ്പം ഉടനെ നമ്മൾ ജെയ്സിയുടെ വീട്ടിലോട്ട് കയറും. കുറച്ച് ഒരു 20 മീറ്റർ കൂടെ ഉണ്ട് നമുക്ക് കയറാനായിട്ട്. അപ്പൊ നാൻസി, അപ്പം നമുക്ക് ജെയ്സിക്ക് അറിഞ്ഞോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല, നമുക്കൊന്ന് നോക്കാം. അതെ, അപ്പം എല്ലാത്തിനും റെഡി അല്ലേ? പൊളിക്കല്ലേ നമ്മള്? അതെ ഗൈസ്, വെയിറ്റ് ആൻഡ് സീ. ഞങ്ങൾ അങ്ങനെ ദാ കേറി വരുവാണ്. കുട്ടപ്പൻ അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുവാണ്. ഞങ്ങൾ കേറി വരുന്ന വീഡിയോ എടുക്കുന്ന കുട്ടപ്പനാണ്. ജെയ്സി, നീ വന്നേ. വാ കമോൺ. ജെയ്സിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. വെയിറ്റ്. ദാ എന്റെ വാവ എന്നെ കണ്ട് കുറെ നാളായി. അതിന് ചാടി കയറി എന്റെ തോളി ഇരിക്കുക. അങ്ങനെ ജെയ്സി അറിഞ്ഞില്ലായിരുന്നല്ലേ? ഞാൻ വിചാരിച്ച അപ്പു വിട്ടത് പുറത്ത് വന്നു, അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഗൈസ്, ജെയ്സി സർപ്രൈസ്. വാവ്, സൂപ്പർ. ഇതാണ് വാവയ്ക്ക് പുപ്പ പുതിയതായിട്ട് മേടിച്ചോണ്ടുവന്ന കാറ്. ഓക്കെ, സൂപ്പർ. പിന്നെ വാവ എന്തോ പടമൊക്കെ വരച്ച് എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ എന്തി? ഇതാണോ വാവയുടെ ബുക്ക്? നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ജെയ്സിനോട് വന്ന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. കുറച്ച് നേരം ഇവിടെ ഇവരെല്ലാവരും ചില്ല് ചെയ്ത് ഞങ്ങളെല്ലാവരും കുറച്ച് ആഘോഷിച്ചിട്ട് ചുമ്മാ സംസാരിച്ച് കളിച്ചൊക്കെ ഇവിടെ നിൽക്കുമായിരുന്നു. ഇപ്പം വാവ സങ്കടപ്പെട്ടിരിക്കുക. ഞങ്ങൾ പോകുന്നതിൻ്റെ സങ്കടത്തിലാണ് വാവ കണ്ട. ഇപ്പം ഞാൻ എന്തോ പറയുന്നതെന്നൊക്കെ നോക്കിയിട്ട് ആള് പെട്ടെന്ന് തിരിഞ്ഞ് കിടക്കുക. അപ്പോൾ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു കരച്ചിൽ കാണാൻ ചാൻസ് ഉണ്ട്. സാധാരണ ഉണ്ടായിരുന്നു, ഇപ്പം ഇച്ചിരി വലുതായതുകൊണ്ട് ഇച്ചിരി കൂടെ വലുതാക്കിയിട്ടുണ്ട് ആള്, അതുകൊണ്ട് ചിലപ്പോൾ അത് കാണില്ല. അപ്പം നമുക്കിനി അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിയാണ്. നമ്മുടെ മെയിൻ എര പ്രിൻസിയാണ്. പ്രിൻസിയെ തൂക്കുക. ചിലപ്പോൾ അവിടെ അടുത്തൊരു കരച്ചിലിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ജെയ്സിയുടെ അവിടെ കഴിഞ്ഞു, പ്രിൻസിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 10 മീറ്റർ പോലും ഇല്ല, നമ്മളിപ്പോൾ എത്തും. അപ്പം പ്രിൻസിക്ക് സർപ്രൈസ് കൊടുക്കുന്നത് കാണാം. അതെ, നിന്നെ വെച്ച് ഒരു ട്രോൾ ചെയ്യാന്ന് വെച്ചു ഞങ്ങള്. എടി തടിച്ച് മനസ്സിലായല്ലേ? ഏറെക്കുറെ മണം അടിച്ച്. ചുമ്മാ നിന്നെ ഒന്ന് ഏറി കയറ്റാന്ന് വെച്ച്. പിള്ളേര് വന്നപ്പോഴേ
ഒരു ഗൾഫിന്റെ മണം. ചേച്ചി പിള്ളേരാരും ആവശ്യമില്ലാതെ സ്പ്രേ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് പിള്ളേരാരും ഇല്ലേ? നമ്മൾ വിചാരിച്ച അത്ര ഒരു എഫക്റ്റ് വന്നില്ല. ആൽഫ ഉണ്ടാ? പ്രിൻസിക്ക് ചെറുതായിട്ട് കത്തിയായിരുന്നു, ചെറുതായിട്ടൊന്ന് കത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പ്രിൻസി നല്ല വീട്ടിൽ ഇരിക്കുന്ന ചാനലില്ല. ആള് ഞാൻ ഒരുങ്ങിയൊക്കെ വന്നേനെന്ന്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞത് വീടെത്താൻ പോകുന്നു. ഇനി നമുക്ക് വീട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നേ കൂടെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം. ചിലപ്പം അവിടെ മമ്മിയുടെ 2-3 ടോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗുണ്ടുമണി തങ്കു നാൻസി പെങ്ങൻ എന്താ ലുക്കായ? സുന്ദരിയായ? അത് ഷൂസ് ഇട്ടെ ആയിരിക്കും. അത് ഷൂട്ടുണ്ട്. നീളം വെച്ചില്ലേ? അതാ അതിപ്പോ എന്താണടി എപ്പോഴും ഇപ്പൊ ജെൻസിയുടെ ഹൈറ്റ് അല്ലേ കണ്ടോണ്ടിരിക്കുന്നത്, നിനക്ക് ഇത്തിരി കൂടെ പൊക്കില്ലേ? അതുകൊണ്ടാ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് എന്റെ പൊക്ക് ഇച്ചിരി കൂടെ. അറിയോ? അറിഞ്ഞൂടെ? ഇപ്പൊ അറിഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വന്ന് ഒരു വൈൻഡപ്പ് പറഞ്ഞിട്ട് അവർക്ക് ചേച്ചിയോട് ഒരു ബൈ പറഞ്ഞിട്ട് ഇറങ്ങാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഇറങ്ങി എനിക്കിപ്പോൾ അടുത്ത വർക്കിന് കയറാൻ ടൈമായി വരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൽ എനിക്ക് എത്താനുള്ള ദൂരമേ ഉള്ളൂ. പോവുക, ജസ്റ്റ് ചെല്ലുക, അവിടെ ചെല്ലുക, ഇന്നത്തെ വർക്ക് ചെയ്യുക. വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളായിട്ട് പിന്നെ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഇസ് ജെയ്സൺ ജാക്ക് സൈനിങ് ഓഫ്. താങ്ക് യു.